Hello dear friends, SSCGD കോൺസ്റ്റബിളിന്റെ മെമ്മറി ബേസ്ഡ് ജനറൽ നോളജ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള എക്സാംസിൽ ചോദിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ സെഷനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒറിജിൻ ഓഫ് റിവർ കൃഷ്ണ, കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിരുന്നത്. ശരിയായ ഉത്തരം മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ് കൃഷ്ണ നദിയുടെ ഉത്ഭവം. ഓക്കെ, ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ആണ് കൃഷ്ണ റിവർ എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ്, ഓക്കെ, ഈസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റീജിയനിലുള്ള സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആണ് കൃഷ്ണ റിവർ. അപ്പൊ ലാർജസ്റ്റ് ഏതാണ്? ലാർജസ്റ്റ് ഗോദാവരിയാണ്. ഓക്കെ, ലാർജസ്റ്റ് സിറ്റി ഓൺ ദ ബാങ്ക് ഓഫ് കൃഷ്ണ റിവർ വിജയവാഡയാണ്. വിജയവാഡയാണ് കൃഷ്ണ നദിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ സിറ്റി. ഡാംസ് ഏതൊക്കെയാണ് കൃഷ്ണ നദിയിലോ? കൃഷ്ണ നദിയുടെ ട്രിബ്യൂട്ടറീസിലും ഉണ്ട് ഒരുപാട് ഡാംസ്, പക്ഷെ ഇത് ഞാൻ കൃഷ്ണ നദിയിലുള്ള ഡാംസിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ശ്രീശൈലം, നാഗാർജുന സാഗർ ഡാം. ഓക്കെ, ഈ രണ്ട് ഡാംസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഒന്ന് ശ്രീശൈലം, ഒന്ന് നാഗാർജുന സാഗർ ഡാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ മെമ്പർ ഓഫ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ 6 പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻസിൽ ഒന്നാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ബേസിക്കലി രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് വേൾഡ് കോർട്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലുള്ള അംഗങ്ങളിൽ ഒരു ഇന്ത്യൻ അംഗവും കൂടി ഉണ്ട്. അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരിയാണ്. ഓക്കെ, ദൽവീർ ഭണ്ഡാരിയാണ് പ്രസന്റ് ഇതിലുള്ള മെമ്പേഴ്സിൽ ഒരു ഇന്ത്യൻ മെമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നിട്ടുള്ള ഒരു ഇന്ത്യൻ, അത് ആരാണെന്ന് ചോദിച്ചാൽ നാഗേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, നാഗേന്ദ്ര സിംഗ് 1985-88 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഓൺലി ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ളത് നാഗേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, 1985-88 ടൈം പീരീഡിലായിരുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ലാവ്നി ആൻഡ് തമാശ ആർ ഫോക്ക് ഡാൻസസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഓക്കെ, അപ്പോ ഫോക്ക് നമ്മുടെ അതായത് ഫോക്ക് ഡാൻസസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കഴിഞ്ഞ സെഷനിലും നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, സോ ലാവണിയും തമാശയും ഇത് ഏത് സ്റ്റേറ്റിന്റെ ഫോക്ക് ഡാൻസസ് ആണ്? ശരിയായ ഉത്തരം മഹാരാഷ്ട്രയാണ്. ഇവിടെ ഈ കാണുന്നതിന് ഇതാണ് ലാവണി, ഇതാണ് തമാശ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് അമെൻമെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18 years? ഇനീഷ്യലി നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കിയ സമയത്ത് വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 years ആയിരുന്നു. പിന്നീട് അത് കുറച്ച് 18 years ആക്കുകയായിരുന്നു. അപ്പൊ ഏത് ഭേദഗതി വഴിയാണ് ഈ ഏജ് 21 നിന്ന് കുറച്ച് 18 years ആക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 1988 ഓക്കെ, 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1988 പ്രകാരമാണ് നമ്മുടെ വോട്ടിംഗ് ഏജ് 21 നിന്ന് കുറച്ച് 18 years ആക്കി മാറ്റിയത്. ഓക്കെ, ഇത് അസെന്റ് ചെയ്ത പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആർ വെങ്കട്ടരാമനാണ്. ഓക്കെ, ആർ വെങ്കട്ടരാമൻ 28 March 1989 ഈ ഒരു അമെൻമെന്റ് ഒപ്പുവെച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് സെലിബ്രേറ്റ്സ് ധാനുജാത്ര? ധാനുജാത്ര എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഡ്രാമയാണ്. ഓക്കെ, ഒരു ഡ്രാമയാണ്. അതൊരു എന്താ പറയാ, ഓപ്പൺ എയർ തിയേറ്റർ പെർഫോമൻസ് ആണ്. ഓക്കെ, ഇത് ആനുവലി ഒരു ഒഡീഷയിൽ നടക്കുന്ന ഒരു ഓപ്പൺ എയർ തിയേറ്ററിക്കൽ പെർഫോമൻസ് ആണ്. ഇത് 11 days നടക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആസ് വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ എയർ തിയേറ്റർ. ഓക്കെ, വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ എയർ തിയേറ്റർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാണ് നടക്കുന്നത്? ഒഡീഷയിലാണ് നടക്കുന്നത്, ധാനുജാത്ര. ആറാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ കറൻസി ഓഫ് ഇറാൻ? ഇറാന്റെ കറൻസി എന്താണ്? ഇറാന്റെ കറൻസി ഇറാനിയൻ റിയാൽ ആണ്. ഓക്കെ, ഇറാനിയൻ റിയാൽ ആണ് ഇറാന്റെ കറൻസി. റിയാൽ എന്ന് പറയുന്നത് മറ്റു പല കൺട്രീസിന്റെയും കറൻസിയാണ്. ഇതിൽ സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. ഖത്തർ റിയാൽ ആണ്, RIYAL ആണ്. സൗദിയും റിയാൽ ആണ്, RIYAL. ഓക്കെ, എന്നാൽ ഇറാൻ, യമൻ ആൻഡ് ഒമാൻ എന്നീ സ്ഥലങ്ങളിലെ കറൻസിയുടെ സ്പെല്ലിംഗ് RIAL എന്നാണ്. ഓക്കെ,
സോ ആപ്പിൽ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ കൺട്രീസും എഴുതി അതിന്റെ കറൻസി എഴുതി പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാനായിട്ട്. അപ്പൊ എപ്പോഴും കറൻസി പഠിക്കുമ്പോൾ ഒരു കറൻസി എടുക്കുക. ഇപ്പൊ ഡോളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ പല കൺട്രീസിലെയും കറൻസിയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ റിയാൽ എന്ന് പറയുന്നത് ഇറാനിന്റെ കറൻസിയാണ്. യമൻ, ഒമാൻ എന്നീ സ്ഥലങ്ങളിലെ കറൻസി RIAL എന്നാണ്. ഖത്തർ റിയാലും സൗദി റിയാലും RIYAL എന്നാണ്. അടുത്ത ചോദ്യം, തുൽബുൽ പ്രോജക്ട്. തുൽബുൽ പ്രോജക്ട് ഇസ് ലൊക്കേറ്റഡ് ഓൺ വിച്ച് റിവർ? ശരിയായ ഉത്തരം ഝേലം റിവർ ആണ്. ഓക്കെ, ഝേലം റിവറിലാണ്, വുളാർ ലേക്കിലാണ് ഈ പ്രോജക്ട് നടക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി തുൽബുൽ പ്രോജക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നാവിഗേഷൻ ലോക്ക് കം കൺട്രോൾ സ്ട്രക്ചർ ആണ്. ഇത് വുളാർ ലേക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേക്ക് വുളാർ ലേക്ക് ആണ്. റിവർ ഏതാണെന്ന് ചോദിച്ചാൽ ഝേലം റിവർ ആണ്. ഓക്കെ, അപ്പൊ തുൽബുൽ പ്രോജക്ട് ഝേലം റിവറിലാണ്. അടുത്ത ചോദ്യം, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് വാട്ടർ പ്ലസ് സിറ്റി? വാട്ടർ പ്ലസ് സിറ്റി എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഏത് മുനിസിപ്പൽ കോർപ്പറേഷനെയാണ്? ശരിയായ ഉത്തരം ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. ഓക്കെ, ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. ഇത് കൂടാതെ തിരുപ്പതി മുനിസിപ്പൽ കോർപ്പറേഷൻ, വിജയവാഡ മുനിസിപ്പൽ കോർപ്പറേഷനും ഈ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഓക്കെ, എങ്ങനെയാണ് വാട്ടർ ട്രീറ്റ്മെന്റ് നടത്തുന്നത്, ഇതിനെ പറ്റിയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ടാഗ് ആണ് വാട്ടർ പ്ലസ് സിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ഗ്രേറ്റർ പ്ലസ് സിറ്റി? ഇറ്റ് ഇസ് ഗ്രേറ്റർ വിശാഖപട്ടണം. വാട്ടർ പ്ലസ് സിറ്റി, ഇറ്റ് ഇസ് ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ. അടുത്ത ചോദ്യം, വിച്ച് ബാങ്ക് ഹാസ് ഓപ്പൺഡ് ATM ഇൻ ശ്രീനഗർ ഹൗസ് ബോട്ട് ഓൺ ഡൽ ലേക്ക്? ശ്രീനഗർ ഹൗസ് ബോട്ട് ഇൻ ഡൽ ലേക്ക് ATM ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏത് ബാങ്ക് ആണ്? ശരിയായ ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ജനറൽ സെക്രട്ടറി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. 8th ജനറൽ സെക്രട്ടറി ആരാണ്? ഇപ്പോഴത്തേത് 9th ജനറൽ സെക്രട്ടറി ആണ്. അതിന് മുന്നത്തെ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ബാൻ കി മൂൺ ആണ്. ഓക്കെ, ബാൻ കി മൂൺ ആണ് 8th ജനറൽ സെക്രട്ടറി. ഇദ്ദേഹം ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തേതും അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി ഓഫ് യുണൈറ്റഡ് നേഷൻ ആണ്. ഓക്കെ, ഇപ്പോഴത്തത് 9th ജനറൽ സെക്രട്ടറി ആണ്, അതാണ് ആന്റോണിയോ ഗ്യൂട്ടറസ്. ഓക്കെ, ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. ഓക്കെ, 1st ജാനുവരി 2017 തൊട്ടാണ്. 8th ആരായിരുന്നു? ബാൻ കി മൂൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who represented INC, Indian National Congress, in the second round table conference? Second round table conference ൽ INC റെപ്രസെന്റ് ചെയ്തത് ആരാണ്? ശരിയായ ഉത്തരം മഹാത്മാഗാന്ധിയാണ് INC റെപ്രസെന്റ് ചെയ്തത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ. ടോട്ടൽ എത്ര റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് നടന്നിട്ടുള്ളത്? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. 1930, 31, 32 അടുപ്പിച്ചുള്ള 3 വർഷങ്ങളിലാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുള്ളത്. അതിൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് INC പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ ഗാന്ധിജിയാണ് INCയെ റെപ്രസെന്റ് ചെയ്തത്. ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അതും ചോദിക്കാറുണ്ട്. ഓൺലി പേഴ്സൺ ഹു അറ്റൻഡഡ് ഓൾ ദ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് INC അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ ഒരു റൗണ്ട് ടേബിൾ മാത്രമേ INC അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. സോ വിച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് അറ്റൻഡഡ് ബൈ INC എന്ന് ചോദിച്ചാൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ആണ് നടന്നിട്ടുള്ളത്. അതിൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് INC അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അത് INCയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. 1931 സെക്കൻഡ് വൺ നടക്കുന്നത്. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഡോക്ടർ BR അംബേദ്കർ ആണ്. Next question, Tamil New Year. Tamil New Year is known as Puthandu or Pudu Varudam. Okay, ഇതാണ് തമിഴ് ന്യൂ ഇയറിനെ പറയുന്നത്. മറ്റേ സ്റ്റേറ്റ്സിനെ കൂടെ നമുക്ക് നോക്കാം. കേരളത്തിലെ ന്യൂ ഇയർ എന്ന് നമ്മൾ പറയുന്നത് വിഷു ആണ്. വിഷു ആണ് കേരള ന്യൂ ഇയർ. ഓക്കെ, ഉഗാദി അല്ലെങ്കിൽ ഉഗാഡി കേട്ട് കാണും. ഇത് കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 3 സ്റ്റേറ്റ്സിന്റെയും ന്യൂ ഇയർ ആണ് ഉഗാഡി അല്ലെങ്കിൽ ഉഗാദി എന്ന് പറയുന്നത്. ബൈസാഖി പഞ്ചാബിലെ ന്യൂ ഇയർ ആണ്. ഓക്കെ, full form of LIFO, LIFO, full form of LIFO, last in first out. Okay, last in first out എന്നാണ് LIFO ന്റെ full form. അടുത്ത question, who is the present lieutenant governor of Delhi? Lieutenant governor of Delhi, present lieutenant governor of Delhi, Anil
ബൈജാലാണ്. അനിൽ ബൈജാലാണ് പ്രസന്റ് ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി. യൂണിയൻ ടെറിട്ടറി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ ആണ് അവിടെ വരുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? അനിൽ ബൈജാലാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് 2021 വന്നിരിക്കുന്ന എല്ലാ ചേഞ്ചസും നോട്ട് ചെയ്ത് വയ്ക്കുക. ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ഗവർണർ ആണെങ്കിലും ലഫ്റ്റനന്റ് ഗവർണർ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും ഇതിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത ചോദ്യം, തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, എത്ര ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നിരിക്കുന്നത്? ടോട്ടൽ 3 ആണ് പാനിപ്പത്ത് യുദ്ധങ്ങൾ നടന്നിരിക്കുന്നത്. അതിൽ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത് എപ്പോഴാണ്? 1761 ഓക്കെ, 1761 മറാഠാസിന് വേണ്ടിയിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. ഇതോടുകൂടി അവരുടെ പവേഴ്സ് എല്ലാം ഇല്ലാണ്ടാവുമായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ബാറ്റിൽ എൻഡഡ് ദ മറാഠ പവർ. ഓക്കെ, അപ്പൊ ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത് 1761 ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? ദുറാനി റൂളർ അഹമ്മദ് ഷാഹ് അബ്ദാലിയും മറാഠാസും തമ്മിലാണ്. ബേസിക്കലി മറാഠാസ് ഈ സമയത്ത് മുഗൾസിന് സപ്പോർട്ട് ചെയ്യാം എന്നൊരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതനുസരിച്ച് മുഗൾസിന്റെ ഏരിയാസിൽ നിന്നൊക്കെ ടാക്സ് പിരിക്കാനുള്ള റൈറ്റ് മറാഠാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ പകരം മുഗൾസിനെ ആരെങ്കിലും വെളിയിൽ നിന്ന് അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്റേണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ മറാഠാസ് അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ ദുറാനി റൂളേഴ്സ് അറ്റാക്ക് ചെയ്തത്. സോ ആ സമയത്ത് മറാഠാസ് മുഗൾസിന് വേണ്ടിയിട്ടാണ് ഈ യുദ്ധത്തിൽ ഇറങ്ങിയത്. ബട്ട് ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ബിക്കോസ് ഇതില് ക്രീം ഓഫ് മറാഠാസ്, അതായത് എല്ലാം ഇമ്പോർട്ടന്റ് ആൾക്കാർ, അവരുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരുന്ന എല്ലാം സോൾജേഴ്സും മരണപ്പെട്ടു. ഓക്കെ, സോ മറാഠാസ് വർ ഡിഫീറ്റഡ്. ആ സമയത്ത് പേഷ്വയായിരുന്നു ബാലാജി ബാജിറാവ്. ബാലാജി ബാജിറാവിന്റെ മകനായ വിശ്വാസറാവ് മരിച്ചു. അദ്ദേഹത്തിന്റെ കസിൻ ആയിരുന്ന സദാശിവ് റാവു മരിച്ചു. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആൾക്കാർ, സോൾജേഴ്സ് മരിച്ചു. ഓക്കെ, ആൻഡ് ബാലാജി ബാജിറാവ് വാസ് ഷോക്ഡ് ആൻഡ് അദ്ദേഹവും ഇതിന് ശേഷം, ഈ ബാറ്റിലിന് ശേഷം അദ്ദേഹവും മരണപ്പെട്ടു. ഓക്കെ, ആൻഡ് ഇറ്റ് എൻഡഡ് ദ മറാഠ പവർ. ഓക്കെ, അപ്പൊ മറാഠാസിന്റെ ഹിസ്റ്ററിയിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അടുത്ത ചോദ്യം, സംപ്രീതി എക്സസൈസ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് പ്രാക്ടീസ് സെഷനിലും ചെയ്തിട്ടുള്ളതാണ്. സംപ്രീതി എക്സസൈസ് ഇസ് കണ്ടക്ടഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നെയ്ബറിംഗ് കൺട്രീസ്? ശരിയായ ഉത്തരം ബംഗ്ലാദേശ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ്? ശരിയായ ഉത്തരം ആമിനോ ആസിഡ്സ് ആണ്. നമുക്കറിയാം പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ആമിനോ ആസിഡ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലോ മോണോസാക്രൈഡ്സ് ആണ്, അല്ലെ? മോണോസാക്രൈഡ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോട്ടീൻ സിന്തസിസ് നമ്മുടെ സെല്ലിൽ എവിടെയാണ് നടക്കുന്നത്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീൻ ഫാക്ടറി ഇൻ അവർ സെല്ല് എവിടെയാണ്? റൈബോസോംസ് ആണ്. ഓക്കെ, റൈബോസോംസ് ആണ് നമ്മുടെ സെല്ലിലെ പ്രോട്ടീൻ ഫാക്ടറി എന്ന് പറയുന്നത്. പ്രോട്ടീന്റെ ഫംഗ്ഷൻ എന്താണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ പ്രോട്ടീൻ ഷേക്ക് ഒക്കെ കഴിക്കുന്നത്, അല്ലെ? സോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പ്രോട്ടീന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എനർജി, 1 gram ഓഫ് പ്രോട്ടീൻ ബേൺ ചെയ്താൽ എത്ര എനർജിയാണ് കിട്ടുന്നത്? 4 കിലോ കാലറീസ് ഓഫ് എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, സോ പ്രോട്ടീൻ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. Javelin thrower Neeraj Chopra created history by giving his best throw of dash to bag the gold medal in the men's javelin throw at Tokyo Olympics. So നമ്മുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയതാണ് ജാവലിൻ ത്രോവർ നീരജ് ചോപ്ര. അദ്ദേഹം എത്ര ഡിസ്റ്റൻസിലാണ് ആ ജാവലിൻ എറിഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 87.58 ആണ്. ഓക്കെ, 87.58 മീറ്റേഴ്സ് ആണ് ആ ജാവലിൻ കവർ ചെയ്തത്. 87.58 മീറ്റേഴ്സ്. സോ നമ്മൾ ടോക്കിയോ ഒളിമ്പിക്സിനെ പറ്റി കുറച്ച് പോയിന്റ്സ് നോക്കാം. നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമ്മൾ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞത് നമ്മുടെ 32nd എഡിഷൻ ആണ്. ഓക്കെ, 32nd എഡിഷൻ ആണ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 എന്നാണ് നമ്മൾ പറയുന്നത്. ബിക്കോസ് ലാസ്റ്റ് ഇയർ നടക്കേണ്ടതായിരുന്നു, കോവിഡ് കാരണം പോസ്റ്റ്പോൺ ചെയ്ത് ഇപ്പൊ നടന്നേ ഉള്ളൂ. ഓക്കെ, നടന്നത് എന്ന് തൊട്ട് എന്ന് വരെയാണ്? 23rd July 2021 തൊട്ട് 8th August 2021 വരെയാണ്. ഓക്കെ, 23rd July തൊട്ട് 8th August വരെയാണ് ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത്. ഇതിന്റെ ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യൻ ഫ്ലാഗ് ബെയറേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മേരി കോമും മൻപ്രീത് സിംഗുമാണ്. മേരി കോമും മൻപ്രീത് സിംഗുമായിരുന്നു. ക്ലോസിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബെയറർ ആയിരുന്നത് ബജ്രംഗ് പുനിയാണ്. ഓക്കെ, പിന്നെ കൺട്രീസ് നമ്മൾ മെഡൽ പട്ടിക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം മെഡൽ കിട്ടിയത് USA ക്കാണ്.
സെക്കൻഡ് കിട്ടിയത് ചൈനയ്ക്കാണ്. ഓക്കെ, മൂന്നാമത്തത് ROC ആണ്. ആൻഡ് നാലാമത് കിട്ടിയത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് മെഡൽ ടാലി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഇന്ത്യയുടെ റാങ്ക് 48 ആയിരുന്നു. ഇന്ത്യക്ക് കിട്ടിയത് 7 മെഡൽസ് ആണ്. ഒരു ഗോൾഡും 2 സിൽവറും 4 ബ്രോൺസും. ഓക്കെ, ഗോൾഡ് കിട്ടിയത് നീരജ് ചോപ്ര, സിൽവർ കിട്ടിയത് മീരാബായ് ചാനു ആൻഡ് രവി ദാഹിയ, ബ്രോൺസ് കിട്ടിയത് PV സിന്ധു, ബജ്രംഗ് പുനിയ, ലവ്ലീന ആൻഡ് ഇന്ത്യൻ ഹോക്കി ടീമിനായിരുന്നു, മെൻസ് ഹോക്കി ടീമിനായിരുന്നു കിട്ടിയത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ മെഡൽസ്. 7 മെഡൽസ് ആണ് ഇന്ത്യക്ക് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യനും സ്പോർട്സിനോട് റിലേറ്റഡ് ആണ്. ദീപിക കുമാരി is associated with which sports? ദീപിക കുമാരി is associated with archery. Okay. Next question, which is the highest peak in India? Highest peak in India. ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് കഞ്ചൻജംഗയാണ്. വേൾഡിലെ ഹയസ്റ്റ് പീക്ക് ആണ് ചോദിച്ചെങ്കിൽ മൗണ്ട് എവറസ്റ്റ് ആണ്. ഓക്കെ, ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ദ വേൾഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാലയാസ് ആണ്. ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഹിമാലയാസ് ആണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ കെ. വൈറ്റമിൻസ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ചോദിക്കും. അതിന്റെ കെമിക്കൽ നെയിംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡെഫിഷ്യൻസിയും ചോദിച്ചു കാണുന്നുണ്ട്. സോ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ കെ എന്താണ് സംഭവിക്കുന്നത്? ഡിലേഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ഹെമറേജ് എന്ന് പറയാം. ഓക്കെ, ഡിലേഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ഓർ ഹെമറേജ് ആണ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത്. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം ഫിലോക്വിനോൺ എന്നാണ്. ഇതിനെ ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്ന് പറയും, ബിക്കോസ് ഇറ്റ്സ് ഇൻവോൾവ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ഓക്കെ, പിന്നെ റിക്വയർഡ് ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോത്രോംബിൻ ബൈ ദി ലിവർ. ഓക്കെ, ആൻഡ് ഈ പ്രോത്രോംബിൻ ആണ് പിന്നീട് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ അഭാവം ഉണ്ടെങ്കിൽ പ്രോത്രോംബിൻ ഫോർമേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല ആൻഡ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കില്ല. വൈറ്റമിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാക്ടീരിയ. അതും വൈറ്റമിൻ കെ ആണ്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ കെനെ പറ്റി ഇത്രയും പോയിന്റ്സ് ഓർക്ക്. കെമിക്കൽ നെയിം ഫിലോക്വിനോൺ എന്നാണ്. അതുപോലെ തന്നെ ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. പ്രോത്രോംബിൻ സിന്തസിസിന് ആവശ്യമുള്ള വൈറ്റമിൻ കെ ആണ്. ഇന്റസ്റ്റൈനിൽ ബാക്ടീരിയയുടെ സഹായത്തോടു കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, ഫാറ്റ് സോളിബിൾ ആണോ വാട്ടർ സോളിബിൾ ആണോ? ഫാറ്റ് സോളിബിൾ ആണ്. വാട്ടർ സോളിബിൾ ആകെ ബി കോംപ്ലക്സും സി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വൈറ്റമിൻസും ഫാറ്റ് സോളിബിൾ ആണ്. ISRO was established in which year? ശരിയായ ഉത്തരം 1969ലാണ്. 15th August 1969ലാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എവിടെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ബാംഗ്ലൂർ ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഫൗണ്ടർ വിക്രം സാരാഭായ് ആണ്. ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ K. ശിവൻ ആണ് പ്രസന്റ് ഡയറക്ടർ. ഹൗ മെനി സബ്ജക്ട്സ് ആർ ദെയർ ഇൻ കൺകറന്റ് ലിസ്റ്റ്? നമുക്കറിയാം 3 ലിസ്റ്റുകളാണ് ഉള്ളത്. നമ്മുടെ ഷെഡ്യൂൾ 7 പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ഷെഡ്യൂൾ പ്രകാരം 3 ലിസ്റ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സെന്ററിന്റെ കയ്യിലുള്ള ലിസ്റ്റ് സബ്ജക്ട്സിനെ പറ്റിയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലുള്ള സബ്ജക്ട്സിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് രണ്ടുപേർക്കും ഈക്വലി, അതിൽ രണ്ടുപേരും കൂടി ചർച്ച ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, സോ യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്ട്സ് ഉണ്ട്? 100 സബ്ജക്ട്സ് ആണുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 സബ്ജക്ട്സും. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റിൽ 52 സബ്ജക്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 100, 61, 52 100 സബ്ജക്ട്സ് ഉള്ളത് യൂണിയൻ ലിസ്റ്റിൽ, സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 ആൻഡ് കൺകറന്റ് ലിസ്റ്റിൽ 52. ഹൂ ആണ് ഇവിടെ വരേണ്ടത്. ഹൂ വാസ് അപ്പോയിന്റഡ് ആസ് ദ 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ഇപ്പോഴത്തെ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അദ്ദേഹം 48th ചീഫ് ജസ്റ്റിസ് ആണ്. സോ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം NV രമണയാണ്. NV രമണയാണ് പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 24th April 2021 ആണ് ഇദ്ദേഹം സ്ഥാനമേറ്റത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാംനാഥ് കോവിന്ദ് ആണ് ഓത്ത് വായിച്ചു കൊടുക്കുന്നത്. ഓക്കെ, സോ ഹു വാസ് അപ്പോയിന്റഡ്? NV രമണയാണ് നമ്മുടെ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. രഞ്ജി ട്രോഫി 2019-2020 വിന്നർ ആരാണ്? രഞ്ജി ട്രോഫി 2019-2020 വിന്നർ സൗരാഷ്ട്രയാണ്. ഈ വർഷം നമ്മൾ, അതായത് 2020-2021 നടന്നിട്ടില്ല ബിക്കോസ് ഓഫ് കോവിഡ്. സോ 1920
സൗരാഷ്ട്രയാണ്. ഓക്കെ, ഫൈനൽസ് ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ സൗരാഷ്ട്രയും ബംഗാളും തമ്മിലായിരുന്നു ഫൈനൽസ്. അതിൽ സൗരാഷ്ട്ര ജയിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ കറന്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? കറന്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ 7th July 2021 പുതിയ അപ്പോയിന്റ്മെന്റ് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ഈ പറഞ്ഞ പോലെ പ്രസന്റ് വൺ ആണ്, കറന്റ് അഫയേഴ്സിൽ വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. സോ ഹു ഇസ് ദ കറന്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? മൻസുഖ് മാണ്ഡവ്യയാണ്. ഓക്കെ, മൻസുഖ് മാണ്ഡവ്യയാണ് പ്രസന്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇതിനു മുമ്പ് ഹർഷവർദ്ധൻ ആയിരുന്നു. ഓക്കെ, 7th July 2021 മൻസുഖ് മാണ്ഡവ്യ പുതിയ ഹെൽത്ത് മിനിസ്റ്ററായി സ്ഥാനമേറ്റത്. മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി? മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന ഇത് ലോഞ്ച് ചെയ്തത് ഡൽഹിയാണ്. ഓക്കെ, ഇറ്റ് വാസ് അനൗൺസ്ഡ് ബൈ CM അരവിന്ദ് കെജ്രിവാൾ. റൈറ്റർ ഓഫ് വിധി ശാസ്ത്ര ഏവം വിധിക് സിദ്ധാന്ത്. ഓക്കെ, വിധി ശാസ്ത്ര ആൻഡ് വിധി സിദ്ധാന്ത് ഇതിന്റെ റൈറ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഡോക്ടർ വിനയ് നാരായൺ മണി ത്രിപാഠിയാണ്. ഡോക്ടർ വിനയ് നാരായൺ മണി ത്രിപാഠി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഡാൻഡിയ ഡാൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ, ഗുജറാത്ത് ആണ്. ഡാൻഡിയ ഡാൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഗുജറാത്ത്. ക്യാപിറ്റൽ ഓഫ് ജർമ്മനി? ജർമ്മനിയുടെ ക്യാപിറ്റൽ എന്താണ്? ബെർലിൻ ആണ്. ജർമ്മനിയുടെ ക്യാപിറ്റൽ ബെർലിൻ ആണ്. തീം ഓഫ് വേൾഡ് ക്യാൻസർ ഡേ 2021? വേൾഡ് ക്യാൻസർ ഡേ നമ്മൾ സെലിബ്രേറ്റ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് 4th February ഓക്കെ, സോ 2021 വേൾഡ് ക്യാൻസർ ഡേയുടെ തീം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ആം ആൻഡ് ഐ വിൽ. ഐ ആം ആൻഡ് ഐ വിൽ ആയിരുന്നു തീം ഓഫ് വേൾഡ് ക്യാൻസർ ഡേ 2021 സെലിബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തത് 4th February ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. The National Bank for Agriculture and Rural Development, NABARD, was established in which year? NABARD ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1982 ഓക്കെ, ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982. സ്റ്റഡി ഓഫ് ബേർഡ്സ് ഇസ് നോൺ ആസ്? ബേർഡ്സിന്റെ പഠനത്തിന് എന്താ പറയുക? ഓർണിത്തോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർണിത്തോളജി എന്നാണ് സ്റ്റഡി ഓഫ് ബേർഡ്സിനെ പറയുന്നത്. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം കൂടി ഇപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ കുറച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ഓഫ് ഫിഷ്, സ്റ്റഡി ഓഫ് ഫിഷിനെ പറയുന്നത് ഇക്തിയോളജി എന്നാണ്. സ്റ്റഡി ഓഫ് ഫംഗസിനെ പറയുന്നത് മൈക്കോളജി എന്നാണ്. സ്റ്റഡി ഓഫ് ഫോസിൽസിനെ പറയുന്നത് പാലിയന്റോളജി എന്നാണ്. ഫ്രൂട്ട്സിന്റെയും ഫ്രൂട്ട് ഈൽഡിംഗ് പ്ലാന്റ്സിന്റെയും പഠനത്തിനെ പോമോളജി എന്നാണ് പറയുന്നത്. ആൻഡ് സ്റ്റഡി ഓഫ് ലിസാർഡ്സ് പല്ലികളുടെ പഠനം അതിനെ പറയുന്നത് സോറോളജി എന്നാണ്. ഓക്കെ, അപ്പൊ ഇക്തിയോളജി ഫിഷ് ആണ്, മൈക്കോളജി ഫംഗൈ ആണ്, പാലിയന്റോളജി ഫോസിൽ ആണ്, പോമോളജി ഫ്രൂട്ട്സിനോട് റിലേറ്റഡ് ആണ്, സോറോളജി എന്ന് പറയുന്നത് ലിസാർഡ്സ് ആണ്. ഓക്കെ, ഹു സക്സീഡഡ് ഗുരു നാനക് ദേവ് ജി ആസ് എ സെക്കൻഡ് സിഖ് ഗുരു? സിഖിസത്തിന്റെ ഫൗണ്ടർ ആണ് ഗുരു നാനക് എന്ന് നമുക്കറിയാം. അദ്ദേഹമായിരുന്നു ഫസ്റ്റ് സിഖ് ഗുരു. അദ്ദേഹത്തിന് ശേഷം വന്ന സിഖ് ഗുരു ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് സിഖ് ഗുരു ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് സിഖ് ഗുരു അംഗദ് ആണ്. ഗുരു അംഗദ് ആയിരുന്നു സെക്കൻഡ് സിഖ് ഗുരു. സോ 10 സിഖ് ഗുരുസ് ആണ് ഉള്ളത്. ഇവിടെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗുരു നാനക്, അദ്ദേഹം തന്നെയാണ് ഫൗണ്ടർ. ഫസ്റ്റും 10th വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗുരു നാനക് ആണ്, ലാസ്റ്റ് ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഗുരു നാനക്, സെക്കൻഡ് വരുന്നത് അംഗദ് ആണ്, ഗുരു അംഗദ് ആണ്. തേർഡ് ഗുരു അമർദാസ്, പിന്നെ രാംദാസ്. ഓക്കെ, അപ്പൊ ഗുരു നാനക്, അംഗദ്, അമർദാസ്, രാംദാസ്. പിന്നെ വരുന്നത് ഗുരു അർജൻ ആണ്. പിന്നെ ഹർഗോബിന്ദ്, ഗുരു ഹർഗോബിന്ദ്, ഹർഗോബിന്ദ്, ഹർകൃഷ്ണൻ. ഓക്കെ, അപ്പോ ഗുരു നാനക്, അംഗദ് കഴിഞ്ഞിട്ട് 2 ദാസ് ആണ്, അമർദാസും രാംദാസും. പിന്നെ വരുന്നത് അർജൻ. അത് കഴിഞ്ഞിട്ട് ഹർഗോബിന്ദ്, ഹർകൃഷ്ണൻ. പിന്നെ വരുന്നത് തേജ് ബഹാദുർ. ഓക്കെ, തേജ് ബഹാദുർ, 9th one തേജ് ബഹാദുർ ആൻഡ് ലാസ്റ്റ് വൺ ഗുരു ഗോബിന്ദ് സിംഗ്. ഇതാണ് 10 സിഖ് ഗുരുസ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 343(1), ഓക്കെ, അപ്പൊ ആർട്ടിക്കിളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചു പഠിക്കുക. ആർട്ടിക്കിൾ 343(1) പ്രകാരം ഏത് ലാംഗ്വേജ് ആണ്, വിച്ച് ലാംഗ്വേജ് ഇസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ? ശരിയായ ഉത്തരം ഹിന്ദി ഇൻ ദേവനാഗിരി സ്ക്രിപ്റ്റ്. ഓക്കെ, സ്ക്രിപ്റ്റും പഠിക്കണം, ഹിന്ദി ഇൻ ദേവനാഗിരി സ്ക്രിപ്റ്റ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് 22 ലാംഗ്വേജസ് ആണ്. ആൻഡ് ഈ 22 ലാംഗ്വേജസിന്റെ ലിസ്റ്റ് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ എവിടെ കിട്ടും? 8th ഷെഡ്യൂളിലാണ് ഉള്ളത്. ഓക്കെ, 8th ഷെഡ്യൂളില് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 22 ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഇനീഷ്യലി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആക്കിയപ്പോൾ എത്ര ലാംഗ്വേജസ് ആണ് ഉണ്ടായിരുന്നത്? 14 ലാംഗ്വേജസ് ആണ് ഇതിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 21st അമെന്റ്മെന്റ് വഴി സിന്ധി ആഡ് ചെയ്തു. 71st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1992 പ്രകാരം കോങ്കണി, മണിപ്പൂരി, നേപ്പാളി ആഡ് ചെയ്തു. ഓക്കെ, ആൻഡ് 92nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2003 വഴി ബോഡോ, ഡോഗ്രി, മൈത്രി, സന്ത്രി ഇത്രയും 4 ലാംഗ്വേജും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ഇപ്പൊ പ്രസന്റ്ലി നമുക്ക് 22 ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്? ഹിന്ദി ഇൻ ദേവനാഗിരി സ്ക്രിപ്റ്റ്. ഹു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് പാകിസ്ഥാൻ? പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? പലരും തെറ്റിച്ച് മുഹമ്മദ് അലി ജിന്ന കൊടുക്കാറുണ്ട്. മുഹമ്മദ് അലി ജിന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നില്ല, അദ്ദേഹം ഗവർണർ ജനറൽ ആയിരുന്നു. ഓക്കെ, മുഹമ്മദ് അലി ജിന്ന ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നു. പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ലിയാഖത്ത് അലി ഖാൻ ആണ്. ലിയാഖത്ത് അലി ഖാൻ ആണ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് കിട്ടിയത് എപ്പോഴാണ്? നമ്മളെക്കാൾ ഒരു ദിവസം മുന്നെയാണ്. അപ്പൊ 14th August 1947 ആണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ലിയാഖത്ത് അലി ഖാൻ ആണ്. ആൻഡ് ഗവർണർ ജനറൽ ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന. കാസിരംഗ നാഷണൽ പാർക്ക്. നാഷണൽ പാർക്സ് പ്രത്യേകം പഠിച്ചിട്ട് പോവുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. സോ കാസിരംഗ നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ, എവിടെയാണ്? അസ്സാമിലാണ്. ഓക്കെ, വേൾഡ്സ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് വൺ ഹോൺഡ് റൈനോസെറസ് നമുക്ക് കാണാൻ പറ്റുന്നത് അസ്സാമിലെ ഈ കാസിരംഗ നാഷണൽ പാർക്കിലാണ്. ഓക്കെ, അപ്പൊ കാസിരംഗ നാഷണൽ പാർക്ക് അസ്സാമിലാണ്. അടുത്ത ചോദ്യം ആർട്ടിക്കിളിൽ നിന്നാണ്. ആർട്ടിക്കിൾ 280 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിലേറ്റഡ് ടു, എന്തിനെ പറ്റിയാണ് 280 ആർട്ടിക്കിൾ പറയുന്നത്? ശരിയായ ഉത്തരം ഫിനാൻസ് കമ്മീഷനെ പറ്റിയാണ്. ഓക്കെ, ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 280. ഇത് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഫിനാൻസ് കമ്മീഷൻ? 1951 പ്രസിഡന്റ് ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉള്ളത്. അപ്പൊ ഈ ബോഡി ഫോം ചെയ്തത് പ്രസിഡന്റ് 1951 ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർമാനും 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് വിച്ച് ഇസ് നോൺ ആസ് സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് കേരളമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ്, ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്ടൻസി, ലോവസ്റ്റ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ് ഓഫ് വിമൺ ഇൻ കേരള ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ഓൾ ഓഫ് ഏഷ്യ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റും, അതായത് സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാളും കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പൈസ് ഗാർഡൻ എന്ന് അറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെയാണ് അറിയുന്നത്. സോ ഏതാണ് ആ സ്റ്റേറ്റ്? കേരളമാണ്. HTML സ്റ്റാൻഡ്സ് ഫോർ, HTMLന്റെ ഫുൾ ഫോം എന്താണ്? പല എക്സാംസിലും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്താണ് ഇതിന്റെ ഫുൾ ഫോം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLന്റെ ഫുൾ ഫോം. 40 ക്വസ്റ്റ്യൻസ് കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വിച്ച് റിവർ മഹാകാലേശ്വർ ടെമ്പിൾ ഇസ് സിറ്റുവേറ്റഡ്? മഹാകാലേശ്വർ ടെമ്പിൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവഭഗവാന്റെ ഒരു ടെമ്പിൾ ആണ്. ബേസിക്കലി നമുക്കറിയാം 12 ജ്യോതിർലിംഗാസ് ഉണ്ട്. അതിലൊരു മെയിൻ ജ്യോതിർലിംഗ ഉള്ളൊരു സ്ഥലമാണ് മഹാകാലേശ്വർ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത് ഏത് നദിയുടെ തീരത്താണ്? ശരിയായ ഉത്തരം റിവർ ക്ഷിപ്രയാണ്. ക്ഷിപ്ര നദിയുടെ തീരത്താണ് മഹാകാലേശ്വർ ടെമ്പിൾ. Okay, so it's a Hindu temple dedicated to Lord Shiva and is one of the 12 Jyotirlingas shrines which are said to be the most sacred abodes of Shiva. Okay, it is located in the ancient city Ujjain in the state of Madhya Pradesh. Okay, so Shipra നദിയുടെ തീരത്താണ്. ഏത് സിറ്റിയിലാണെന്ന് ചോദിച്ചാൽ ഉജ്ജയിനിലാണ്. നാഷണൽ പാർക്സിൽ നിന്ന് മറ്റൊരു ചോദ്യം. ബനാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണ്? ബനാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണ്? കർണാടകയുടെ ബാംഗ്ലൂരിലാണ്
ബനാർഘട്ട നാഷണൽ പാർക്ക്. കർണാടകയിലുള്ള മറ്റ് നാഷണൽ പാർക്സ് ആണ് അൻഷി നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, നാഗർഹോള്, അതുപോലെ തന്നെ കുദ്രമുഖ്. ഓക്കെ, ഈ 4 കർണാടകയിലുള്ള മറ്റ് നാഷണൽ പാർക്സ്. ടോട്ടൽ 5 നാഷണൽ പാർക്സ് ആണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ബനാർഘട്ട, പിന്നെ ബന്ദിപ്പൂർ, അൻഷി, നാഗർഹോൾ, കുദ്രമുഖ്. Who is the present Chief Marshal of Air Force? Present Chief Marshal of Air Force ആരാണ്? ഇദ്ദേഹം 30th September 2021 ആണ് സ്ഥാനമേറ്റത്. സോ ഇതൊരു കറന്റ് അഫയേഴ്സ് ചോദ്യം കൂടിയാണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ആരാണ് പ്രസന്റ് ചീഫ് മാർഷൽ ഓഫ് എയർഫോഴ്സ്? എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരി ആണ്. വിവേക് റാം ചൗധരി ആണ് പ്രസന്റ് ചീഫ് മാർഷൽ ഓഫ് എയർഫോഴ്സ്. അപ്പൊ എയർഫോഴ്സ് എന്ന് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ആർമിയും നേവിയും കൂടി നോക്കാം. ആർമിയുടേത് ജനറൽ മനോജ് മുകുന്ദ് നർവാനെയാണ്. ഓക്കെ, ജനറൽ മനോജ് മുകുന്ദ് നർവാനെയാണ് ആർമിയുടെ ഹെഡ് എന്ന് പറയുന്നത്, ചീഫ് എന്ന് പറയുന്നത്. അതേപോലെ നേവിയുടെ ചീഫ് എന്ന് പറയുന്നത് അഡ്മിറൽ ആർ ഹരികുമാർ ആണ്. റീസെന്റ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടാണ് 30th November 2021 ഇദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. മലയാളിയാണ്. ഓക്കെ, അപ്പൊ ന്യൂസ് പേപ്പറിലൊക്കെ ധാരാളം നമ്മൾ കണ്ടു കാണും അഡ്മിറൽ ആർ ഹരികുമാർ. ഓക്കെ, SMTP. SMTP stands for Simple Mail Transfer Protocol. Simple Mail Transfer Protocol. Article 32 of the Indian Constitution is related to Article 32. വളരെ ഫേമസ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കുന്ന ചില ആർട്ടിക്കിൾസിൽ ഒന്നാണ് അല്ലെ. ആർട്ടിക്കിൾ 32 എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മുടെ ഏതെങ്കിലും റൈറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാം. ഓക്കെ, സോ affirms the right to move the Supreme Court by appropriate proceedings for the enforcement of rights conferred in Part 3 of the Constitution. നമ്മുടെ Part 3 of the Constitutionൽ തന്നിരിക്കുന്ന നമ്മുടെ റൈറ്റ്സ് അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. Chipko Andolan. Chipko Andolan. When did Chipko Andolan start? April 1973. April 1973 ചിപ്കോ ആന്തോലൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്കലി ഡീഫോറസ്റ്റേഷന്റെ ഒക്കെ അഗെയിൻസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇക്കോളജിക്കൽ ബാലൻസ് ഡിസ്ട്രോയ് ചെയ്യുന്നു മരമൊക്കെ വെട്ടിയിട്ട് എന്ന് പറയുന്നതിന്റെ അഗെയിൻസ്റ്റ് ഒരു നാട്ടിൽ തുടങ്ങിയ ഒരു സമരമാണ്. ആൾക്കാർ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മരത്തിന് ചുറ്റും അവര് മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു, മരം വെട്ടാൻ സമ്മതിക്കാതെ. ഓക്കെ, അങ്ങനെയാണ് അതിന് തുടക്കം വന്നത്. പിന്നെ അതിന് ആ ഒരു പബ്ലിസിറ്റി കിട്ടിയതും അതിന് ഒരു പ്രോപ്പർ ഡിറക്ഷനും കൊടുത്ത വ്യക്തിയാണ് സുന്ദർ ലാൽ ബഹുഗുണ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പേര് ഓർത്തു വെക്കുക. സംബഡി റിലേറ്റഡ് ടു ചിപ്കോ ആന്തോലൻ ആണ് സുന്ദർ ലാൽ ബഹുഗുണ. ഹിമാലയൻ റീജിയൻ ഓഫ് ഉത്തരാഖണ്ഡ്, അന്ന് ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്ന സ്ഥലത്താണ് ഇത് തുടങ്ങിയത്. ഓക്കെ, പിന്നെ അപ്രൈസിംഗ് അഗെയിൻസ്റ്റ് ദ പീപ്പിൾ ഡിസ്ട്രോയിങ് ഇക്കോളജിക്കൽ ബാലൻസ്, അതിനായിരുന്നു ഈ ചിപ്കോ ആന്തോലൻ എന്ന് പറയുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഫയർ പാർക്ക്. ഇന്ത്യസ് ഫസ്റ്റ് ഫയർ പാർക്ക് എവിടെയാണ്? ബേസിക്കലി ഫയർ സേഫ്റ്റിയെ പറ്റി പഠിപ്പിക്കുന്ന ഒരു പാർക്കാണിത്. 2021 5th January സ്റ്റാർട്ട് ചെയ്തതാണ്. എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഭുവനേശ്വർ ഒഡീഷയിലാണ്. ഓക്കെ, ഭുവനേശ്വർ ഒഡീഷയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫയർ പാർക്ക്. ഓക്കെ, ഇനോഗ്രേറ്റഡ് ബൈ നവീൻ പട്നായക്, ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായക് ഓൺ 5th January 2021 to educate and bring awareness on the basic safety measures among people, particularly students. Okay, who got orange cap in IPL 2020? ഓറഞ്ച് ക്യാപ്പ് ആർക്ക് കൊടുക്കുന്നത്? ഹയസ്റ്റ് റൺ മേക്കറിന് കൊടുക്കുന്നതാണ് ഓറഞ്ച് ക്യാപ്പ്. അപ്പൊ 2020 ഓറഞ്ച് ക്യാപ്പ് ആർക്കാണ് കിട്ടിയത്? KL രാഹുലിനായിരുന്നു ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത് 2020. 2021 ആർക്കായിരുന്നു? ഋതുരാജ് ഗൈക്വാഡിനാണ്. ഓക്കെ, ഋതുരാജ് ഗൈക്വാഡിനാണ് 2021 IPL ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത്. 2020 KL രാഹുൽ. Who is considered as the father of organic chemistry? Father of organic chemistry ആരാണ്? ശരിയായ ഉത്തരം ഫ്രെഡറിക് വൂളർ ആണ്. ഓക്കെ, ഫ്രെഡറിക് വൂളർ ആണ് ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. The non-metal used in vulcanization of rubber. Vulcanization എന്ന് പറയുന്നത് റബ്ബറിന്റെ എലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതിന് റബ്ബറിന് സ്ട്രെങ്ത് കൊടുക്കാനുമായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അതിന് ഒരു നോൺ മെറ്റൽ അതിലേക്ക് ആഡ് ചെയ്യും. അത് എന്ത് മെറ്റലാണ്? നോൺ മെറ്റൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം സൾഫർ ആണ്. ഓക്കെ, സോ വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ദാറ്റ് ഇംപ്രൂവ്സ് ദ elasticity of rubber and strength of rubber by heating it in the presence of sulfur. ഓക്കെ, സൾഫറുമായിട്ട് ചേർത്ത് ഇതിനെ ഹീറ്റ് ചെയ്യുന്ന, റബ്ബറിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? റബ്ബറിന്റെ ഇലാസ്റ്റിസിറ്റിയും സ്ട്രെങ്ത്തും കൂട്ടാൻ വേണ്ടിയിട്ട്.
വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ? ഇക്വാലിറ്റി ബിഫോർ ലോയിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ശരിയായ ഉത്തരം ആർട്ടിക്കിൾ 14 ആണ്. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ സെഷനിൽ നമ്മുടെ മെമ്മറി ബേസ്ഡ് 50 ക്വസ്റ്റ്യൻസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നാഷണൽ പാർക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നോക്കുക, മിസ് ഔട്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിലും ഈ സെഷനിലും വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ പാർക്സ്, ഫോക്ക് ഡാൻസസ്, ഇതിൽ നിന്നെല്ലാം ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. പിന്നെ കറൻസീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കൺട്രിയും അതിന്റെ കറൻസിയും പഠിക്കാൻ നിൽക്കാണ്ട് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറൻസീസ് ഉണ്ട്. ആ കറൻസീസിന്റെ പേര് എഴുതി വെച്ചിട്ട് അത് ഏതെല്ലാം കൺട്രീസിലാണ് ആ കറൻസി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കാം. സോ ഇതായിരുന്നു ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസ്. അടുത്ത സെഷനിൽ ഇതുപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.